എറണാകുളത്തെ LDFന്റെ ചുരുക്കം ചില സിറ്റിംഗ് സീറ്റുകളിൽ ഒന്നാണ് വൈപ്പിൻ. KN ഉണ്ണികൃഷ്ണൻ പ്രതിനിധീകരിക്കുന്ന വൈപ്പിൻ മണ്ഡലം. KN ഉണ്ണികൃഷ്ണനോട് ജനങ്ങളുടെ പ്രതികരണം എന്താണ്? ജനങ്ങൾ എത്ര മാർക്ക് വൈപ്പിൻ MLAക്ക് കൊടുത്തു? 59.99 ഓക്കെ. വൈപ്പിൻ ഈ പറയുന്ന കൂട്ട് നേരത്തെ പോലെയല്ല. വൈപ്പിൻ എറണാകുളം ജില്ലയിലെ ഫസ്റ്റ് സീറ്റാണ് ഫസ്റ്റ് ടൈം MLA ആണ്. അതെ, അത് S ശർമ്മ വലിയ ഭൂരിപക്ഷം 22,000 കഴിഞ്ഞ വലിയ ഭൂരിപക്ഷം സീറ്റാണ്. അങ്ങനെ നോക്കിയാൽ MLAക്ക് അത്ര ഒന്നാമത്തെ കാര്യം. മറ്റൊരു കാര്യം, ജില്ലാ പഞ്ചായത്തിലെ എല്ലാ ഡിവിഷനുകളിലും LDF അവിടെ തോറ്റപ്പോൾ വൈപ്പിലെ ചെറിയ ഡിവിഷൻ LDF ജയിച്ചു. അപ്പൊ LDFന് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് വൈപ്പിൻ. ഇത്തവണ KN ഉണ്ണികൃഷ്ണൻ അല്ല വൈപ്പിനിൽ മത്സരിക്കുന്നത്, പഴയ SFI. ഈ റിസൾട്ടിന് പ്രതിഫലനമാവാം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അവരുടെ പൊളിറ്റിക്കൽ പാർട്ടി അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസ്. അദ്ദേഹമാണ് മത്സരിക്കുന്നത്. അത് മറ്റു പല ഫാക്ടേഴ്സ്, കുറെ ജാതി മറ്റ് ഫാക്ടേഴ്സ് അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യുന്നു. ശരി, എന്തായാലും MB ഷൈനിയാണ് വൈപ്പിനിൽ CPIMന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക. പഴയ വിദ്യാർത്ഥി നേതാവ്. വൈപ്പിൻ MLAക്ക് പാസ് മാർക്കാണ്. ഇനിയിപ്പോ വൈപ്പിനിൽ ആര് ജയിക്കും, അല്ലെങ്കിൽ ആർക്കാണ് ഇപ്പോ മേൽക്കൈ, അതറിയണമല്ലോ. MLAയുടെ സ്കോർ മാത്രം അറിഞ്ഞാൽ പോരല്ലോ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് വൈപ്പിനിന്റെ ചിത്രം. വൈപ്പിനിൽ LDF 46.86, UDF 41.79, NDA 11.35. 5.7% മേൽക്കൈ ഉണ്ട് വൈപ്പിനിൽ. വൈപ്പിൻ എറണാകുളം ജില്ലയാണ്. 5.7% മേൽക്കൈയേ ഉള്ളൂ. സ്റ്റിൽ അതൊരു LDF തൂക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ അത് കരകയറി വരാമെന്ന് നിലനിർത്താൻ LDF നിലനിർത്താൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്ന് വൈപ്പിൻ. അല്ല, ഹ്യൂജ് ആയിട്ടുള്ള ഒരു മാർജിൻ ഇല്ല. അല്ല, ഇതിപ്പോ വൈപ്പിലെ ഉണ്ണികൃഷ്ണൻ തന്നെ വീണ്ടും മത്സരിക്കും എന്നുള്ള ആ ഒരു പെർസെപ്ഷനാണ് ആൾക്കാരുടെ അഭിപ്രായം രേഖപ്പെടുത്തി. കാരണം ഒരു ടൈം ആയിട്ടുള്ള അദ്ദേഹം പുതിയൊരു ഫ്രഷ് കാൻഡിഡേറ്റ് മാറാം. ഉറപ്പായിട്ടും മാറാം. MB ഷൈനിക്ക് ആ ഒരു ഓറ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ വിദ്യാർത്ഥി നേതാവ് എന്നുള്ള നിലയിൽ ഒരു ഘട്ടത്തിൽ വലിയ പ്രശോഭിച്ച നേതാവാണ്. അതുകൊണ്ട് ഒരു പക്ഷേ സ്ഥാനാർത്ഥി മാറ്റം ഗുണം ചെയ്യും. സ്ഥാനാർത്ഥി മാറ്റം മാറുമ്പോൾ സ്വാഭാവികമായിട്ടും മാറാം. അഭിലാഷ്, ഈ എറണാകുളത്ത് പൊതുവെ ഒരു UDF സ്വാധീനം കൂടുതലുള്ള, UDFന് ആധിപത്യമുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഇത്തരത്തിലുള്ള കോമ്പിനേഷൻസ് അല്ലെങ്കിൽ ചില ചേഞ്ചസ് അതായിരിക്കും അവിടുത്തെ ജില്ലാ നേതൃത്വം ആലോചിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഉണ്ണികൃഷ്ണനെ തൃപ്പൂണിത്തുറയിലേക്ക് മാറ്റിയിട്ട് MB ഷൈനിയെ വൈപ്പിനിൽ കൊണ്ടുവരാൻ CPM ആലോചിച്ചു. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ വിജയം ഉണ്ടായല്ലോ. അതിലെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ മലപ്പുറം എറണാകുളമാണ്. ഈ മലപ്പുറം എറണാകുളത്തെ സ്വീപ്പാണ് അവർക്ക് വോട്ടിംഗ് പെർസെന്റേജിലും സീറ്റുകളുടെ എണ്ണത്തിലൊക്കെ ആ തരംഗത്തിന് ഉണ്ടായത്. അപ്പം അതിന്റെ സ്വാഭാവികമായ പ്രതിഫലനം എറണാകുളത്തെ ഈ മണ്ഡലത്തിൽ കാണും.